മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 255-ാമത്തെ എപ്പിസോഡിൽ കാലിസിലിക്കേറ്റം എന്ന അധ്യായത്തിൻ്റെ 4-ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഔഷധത്തിൻ്റെ നിരവധി പ്രധാനപ്പെട്ട പാർട്ടിക്കിൾ സിംറ്റംസ് വരുന്നുണ്ട്. കൂടാതെ സൾഫർ, ഗ്രാഫൈറ്റിസ് പോലുള്ള വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ച ചില സാഹചര്യങ്ങളിൽ കാലിസിലിക്കേറ്റമാണ് ക്യൂറേറ്റീവായിട്ട് വന്നത്. അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചും കെൻ്റ് പറയുന്നുണ്ട്. അത് പലപ്പോഴും പല സന്ദിഗ്ധ ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കും. ദ ബാക്ക് ഫീൽസ് കോൾഡ്, ഇച്ചിങ് ഓഫ് ദ ബാക്ക്. അപ്പോൾ മുതുക് അല്ലെ പിൻഭാഗത്ത് തണുപ്പ് അനുഭവപ്പെടുന്നു, ചൊറച്ചിലുണ്ട്. പെയിൻ ദ ബാക്ക് ഡ്യൂറിങ് മെൻസസ് വൈൽ സിറ്റിംഗ് ആൻഡ് വെൻ സ്റ്റൂപ്പിംഗ്. പെയിൻ ദ ബാക്ക് ഓഫ് ദ നെക്ക് ബിറ്റ്വീൻ ദ സ്കാപ്പുലെ ലംബാർ റീജിയൻ ആൻഡ് ഇൻ ദ സാക്രം. പെയിൻ ഇൻ കോക്കിക്സ്. ദ വോൾ സ്പൈൻ ഈസ് പെയിൻഫുൾ. അപ്പോൾ നട്ടലിൻ്റെ മൊത്തം വേദനയുണ്ട്. പിൻഭാഗത്ത് തണുപ്പിൻ്റെ അനുഭവമുണ്ട്, ചൊറച്ചിലുണ്ട്, മൊത്തത്തിൽ വേദനയുണ്ട്. ഓരോ സെപ്പറേറ്റ് സെഗ്മെൻറ്റ്സ് എടുത്താലും വേദനയുണ്ട്. പൊതുവെ നട്ടലിൻ്റെ റീജിയനിലും വേദനയുണ്ട്. അതിൻ്റെ മൊഡാലിറ്റീസ് എന്ന് വെച്ചാൽ ആർത്തവത്തിൻ്റെ സമയത്ത് ഇരിക്കുമ്പോൾ മുന്നോട്ടായുമ്പോൾ ഒക്കെ ആണ് അതിൻ്റെ വേദന വർദ്ധിക്കുന്നത്. ഏക്കിങ് ഇൻ ലംബാർ റീജിയൻ ആൻഡ് സാക്രം. ബേണിംഗ് ഇൻ ദ ലംബാർ റീജിയൻ. ഡ്രോയിങ് പെയിൻ ഇൻ സർവിക്കൽ റീജിയൻ, ലംബാർ റീജിയൻ ആൻഡ് സാക്രം. പ്രസ്സിംഗ് പെയിൻ ഇൻ ലംബാർ റീജിയൻ. ദ വോൾ സ്പൈൻ ഈസ് സോർ. അവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നട്ടലിൻ്റെ ഭാഗം മുഴുവൻ ഒരു നൊമ്പരം, പ്രയാസമൊക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ സ്കാപ്പുലെ, ലംബാർ റീജിയൻ ആൻഡ് സാക്രം. ടിയറിംഗ് ഇൻ ദ സർവിക്കൽ റീജിയൻ. സ്റ്റിഫ്നെസ് ഓഫ് ദ നെക്ക്. ടെൻഷൻ ഇൻ ദ ബാക്ക്. വീക്ക്നെസ് ഇൻ ദ ലംബാർ റീജിയൻ. അവിടെയും രണ്ട് എല്ലാ മേഖലകളിലും തന്നെ ക്ഷീണമുണ്ട്, വേദനയുണ്ട്, കുത്തുന്ന പോലത്തെ വേദനയുണ്ട്, തളർന്നുപോയ അവസ്ഥ ഒക്കെ വരുന്നുണ്ട്. ദ ഹാൻഡ്സ് ആർ ചാപ്ഡ് ഇൻ കോൾഡ് വെതർ. തണുപ്പടിക്കുമ്പോഴേക്കും കൈകൾ ചുളിഞ്ഞ് വിണ്ട് കീറി ചിലപ്പോൾ ചോര കിനിയുന്ന അവസ്ഥ വരെ ഉണ്ടാവും. ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആർ കോൾഡ്. ക്രാംസ് ഇൻ ദ ഹാൻഡ്സ് ആൻഡ് കാൽവ്സ്. കൈകാലുകൾ തണുത്തിരിക്കുന്നു. കൈകളിലും കാലിൻ്റെ പിൻഭാഗത്തെ പേശികളിലും വലിച്ചു കോച്ചൽ. ദർ ആർ വെസൈക്കുലർ ഇറപ്ഷൻസ് ഇൻ ദ ഹാൻഡ്സ്. പിമ്പിൾസ് ഓൺ ദ ലോവർ ലിംസ്. മെനി ഇറപ്ഷൻസ് ഇൻ ദ തൈസ്. അപ്പോൾ കൈകളിൽ, കാലുകളിൽ, തുടകളിലൊക്കെ പലതരം പരുക്കൾ, കുരുക്കൾ, മോക്കുരു പോലുള്ള സാഹചര്യങ്ങൾ. ഈ ലോവർ ലിംസിലെ മോക്കുരു പോലെ വരുന്നതിന് കാരമുള്ള് എന്ന് പറയുമായിരുന്നു പണ്ട്. ചെറിയൊരു മുള്ളൊക്കെ ഉണ്ടാവും, പിമ്പിൾസ് മാതിരി. ഫെലോൺസ് ഓൺ ദ ഫിംഗേഴ്സ്. വിരലുകളിൽ കുഴിനഖം. ദ ഹാൻഡ്സ് ആർ ഹോട്ട്. കൈകൾ ചൂടായിരിക്കുന്നു. മാർഡ് ഹെവിനെസ് ഓഫ് ദ ലോവർ ലിംസ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്. കാലുകളിൽ, കാൽപാദങ്ങളിൽ വല്ലാതെ ഭാരം. ഹിപ്പ് ജോയിൻറ്റ് ഡിസീസ്. ഹിപ്പ് ജോയിൻറ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയിൽ ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത് കാലിസിലിക്കേറ്റം വളരെയധികം ഉപകരിക്കും. ഇച്ചിങ് ഓഫ് അപ്പർ ലിംസ്, ഹാൻഡ്സ് ആൻഡ് പാംസ്. ഇച്ചിങ് ഓഫ് ലോവർ ലിംസ്, തൈസ് ആൻഡ് ലെഗ്സ്. കൈകാലുകൾ മൊത്തത്തിൽ ചൊറച്ചിലുണ്ട്. ജേക്കിങ് ഓഫ് ദ മസിൽസ് ഓഫ് ലോവർ ലിംസ്. നംബ്നെസ് ഓഫ് അപ്പർ ലിംസ്, ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. നംബ്നെസ് ഓഫ് ലോവർ ലിംസ്, ലെഗ്സ് ആൻഡ് ഫീറ്റ്. കാലുകളിൽ, പേശികളിൽ വലിച്ചു കോച്ചൽ, ഇടർച്ച. കൈകളിൽ മരവിപ്പ്, വിരൽ മരവിപ്പ്, കാലിൽ മരവിപ്പ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പെയിൻ ഇൻ ലിംസ് ഡ്യൂറിങ് ചിൽ, ബെറ്റർ ബൈ വാംത്ത്. തണുപ്പുള്ള സമയത്ത് കൈകാലുകളിൽ വേദന. ചൂട് കൊടുക്കാൻ നേരത്ത് അതിന് ശമനം കിട്ടും. റൊമാറ്റിക് പെയിൻസ് ഇൻ ലിംസ്. ഹാർട്ട് പെയിൻ ഇൻ ജോയിൻസ്. ഗോട്ടി പെയിൻ ഇൻ ജോയിൻസ്. പെയിൻസ് ഇൻ ഷോൾഡർ ആൻഡ് ഫിംഗേഴ്സ്. ഇൻ ഹിപ്സ്, തൈസ് ആൻഡ് നീസ്. പെയിൻ ദ സിയാറ്റിക് നെർവ്. അപ്പോൾ സന്ധികളിലെല്ലാം വേദന. സന്ധിവാദം എന്ന് പറയുന്ന പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. സിയാറ്റിക് നെർവിൽ, കാലിൻ്റെ പെരുവിരൽ വരെ പോകുന്ന ആ നാഡിയിൽ വേദനയുണ്ട്. എല്ലാ സന്ധികളിലും കൈകാലുകളിലും ഒക്കെ വേദനയുണ്ട്. ഏക്കിങ് ഇൻ ദ ലെഗ്സ്, ബേണിംഗ് സോൾസ്. കാലിൻ്റെ പാദങ്ങളിൽ പൊള്ളുന്ന പോലുള്ള അനുഭവം. ഡ്രോയിങ് പെയിൻസ് ഇൻ ലിംസ്, അപ്പർ ലിംസ്, ഷോൾഡർ, elbow, forearm, wrist,
ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ലോവർ ലിംസ്, തൈസ്, നീ, ലെഗ്, ആങ്കിൾസ്, ഫീറ്റ്, എല്ലാ കൈകാലുകളിലും സകല സന്ധികളിലും ഒക്കെ വേദനയുണ്ട്. പ്രസിംഗ് പെയിൻസ് ഇൻ തൈസ്, തുടകളിൽ ഞെരിക്കുന്ന പോലുള്ള വേദന. സോർ ബ്രൂയിസ് പെയിൻ ഇൻ ഓൾ ദ ലിംസ്, അപ്പർ ലിംസ്, ലോവർ ലിംസ്, ഹിപ്പ്, ലെഗ്, സ്പ്രെയിൻ ഫീലിംഗ് ഇൻ ഓൾ ദ ജോയിൻസ്, എല്ലാ സന്ധികളിലും ഉളുക്കും മറ്റുമൊക്കെ ഉണ്ടായ പോലുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ഓൾ ദ ലിംസ് ആൻഡ് ദ ജോയിൻസ്, സ്റ്റിച്ചിങ് ഇൻ ഷോൾഡർ, അപ്പർ ആം, റിസ്റ്റ്, ഹാൻഡ്, ഫിംഗേഴ്സ്, സ്റ്റിച്ചിങ് ഇൻ തൈസ്, knees, legs, ankle, foot, heel, toes, first toe, tearing pains in all the limbs and joints, tearing in shoulders, upper arm, elbow, forearm, wrist, hand, finger joints, tearing in hip, thigh, knee, leg, calf, ankles, foot, soles, toes, first toe, paralysis of upper and lower limbs. ഈ വാദ എന്നൊക്കെ പറയുന്ന സന്ധിവാദം, ചുടുവാദം എന്നൊക്കെ പറയുന്ന ഒട്ടുമിക്ക അവസ്ഥകളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും കാലിസിലിക്കേറ്റം കവർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൈകാലുകൾ തളർച്ചയുമുണ്ട്. അപ്പോൾ ജനറൽ കണ്ടീഷൻസ് യോജിക്കുകയാണെങ്കിൽ ഈ വാദം എന്നൊക്കെ പറയുന്ന നിരവധി അവസ്ഥകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സർവമാന സന്ധികളിലും കൈകാലുകളിലും വേദനയായിട്ട് കഷ്ടപ്പാടനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ സഹായിക്കാൻ കാലിസിലിക്കേറ്റം സാധിക്കും. ഇനി Dreams anxious of dead people, of death, events of previous day, horrible, fantastic, fire, frightful, ghost, nightmare, visionary, vivid, of water. സ്വപ്നങ്ങളും ഒത്തിരി ഉണ്ട്. അതിൽ ആങ്ഷ്യസും ഫ്രൈറ്റ്ഫുള്ളും ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഉത്കണ്ഠ ഉണ്ടാകുന്നത്, ഭയമുണ്ടാകുന്നത്, ഭൂതപ്രേത വിശാചുക്കളെക്കുറിച്ച് അത്ഭുതകരമായ സ്വപ്നങ്ങൾ, തലേദിവസത്തെ സംഭവങ്ങൾ സ്വപ്നം കാണുന്നു, വെള്ളം സ്വപ്നം കാണുന്നു. സ്ലീപ്പ് ഈസ് റെസ്റ്റ്ലെസ്, അസ്വസ്ഥമായ ഉറക്കം. സ്ലീപ്പിനെസ് ഇൻ ദ ആഫ്റ്റർനൂൺ, ഈവനിങ്, ആഫ്റ്റർ ഡിന്നർ. ഈവനിങ് ഇറ്റാലിക്സിലാണ്, ഉച്ച കഴിഞ്ഞ്, സായാഹ്നത്തിൽ, അത്താഴം കഴിഞ്ഞ് ഒക്കെ ഉറക്കം തൂങ്ങൽ. സ്ലീപ്ലെസ് ബിഫോർ മിഡ് നൈറ്റ്, അർദ്ധരാത്രിക്ക് മുൻപുള്ള സമയത്ത് ഉറക്കം വരാത്ത അവസ്ഥയുണ്ട്. ആഫ്റ്റർ മിഡ് നൈറ്റ്, ആഫ്റ്റർ 2 AM വിത്ത് സ്ലീപ്പിനെസ്. അപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷവും 2 മണിക്ക്, പുലർച്ചെ 2 മണിക്ക് ശേഷവും ഉറക്കമില്ലായ്മയുണ്ട്. സ്ലീപ്പിനെസ്സും ഉണ്ട്. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. സ്ലീപ്ലെസ്നെസ് ഫ്രം തിങ്കിങ് ആഫ്റ്റർ വേക്കിംഗ്, ഉണർന്നതിന് ശേഷം ഓരോ ചിന്തകൾ വന്ന് മനസ്സിൽ നിറയും. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഉറക്കം വരാത്ത അവസ്ഥ. വേക്കിംഗ് ഫ്രീക്വൻ്റ്ലി ആൻഡ് ടു ഏർലി, ഫ്രീക്വൻ്റ് യോണിങ്, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു, വളരെ നേരത്തെ ഉണരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോട്ടുവായി വരുന്നു. ചിൽ മോർണിംഗ്, ഫോർനൂൺ, noon, afternoon, evening, night, in open air, in cold air, in draft of air, chilliness in evening bed after eating, chill external and internal, worse from motion, chilliness with pain, one-sided chill, shaking chill in evening, better in warm room, external heat ameliorates. അപ്പോൾ ഈ കുളിരിനൊരവസ്ഥ, തണുത്ത് ആകെ വിഷമിക്കുന്നൊരവസ്ഥയും എല്ലാ സമയമുണ്ട്, രാത്രിയും പകലും എല്ലായിടത്തും ഉണ്ട്. ഒരു വൺ സൈഡ് ചില്ല് ഇറ്റാലിക്സിലാണ്, ഒരു വശം മാത്രം കുളിരുന്നൊരവസ്ഥ, തണുത്ത് വിറയ്ക്കുന്നൊരവസ്ഥ ഒക്കെ ഉണ്ട്. ഒരു ചൂടുള്ള മുറിയിൽ പുറമേക്ക് ചൂട് കൊടുക്കാൻ നേരത്ത് ശമനം കിട്ടും. ആ വാദവും കുളിരും വിറയലും ഒക്കെ ആയിട്ട് വരുന്ന ആ പഴയ വാദപ്പനിയുടെ അവസ്ഥകളൊക്കെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ കാലിസിലിക്കേറ്റം സുഖപ്പെടുത്തും. ഫീവർ ആഫ്റ്റർനൂൺ, ഈവനിങ് ആൻഡ് ഡ്യൂറിങ് നൈറ്റ്, ഓൾട്ടർനേറ്റിംഗ് വിത്ത് സ്വെറ്റ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പനി, സായാഹ്നത്തിലും രാത്രിയിലും വിടവിട്ട് വേർക്കുമ്പോൾ പനി മാറും, വേർപ്പ് മാറുമ്പോൾ പനി വരും, ഇങ്ങനത്തെ അവസ്ഥ. ഡ്രൈ ഹീറ്റ്, എക്സ്റ്റേണൽ ഹീറ്റ്, ഫ്ലഷസ് ഓഫ് ഹീറ്റ്, പെർസ്പിറേഷൻ ആബ്സെൻറ്റ്, വിയർപ്പില്ലാതെയുള്ള ചൂട്, ഫ്ലഷസ് ഓഫ് ഹീറ്റ്, ചുട്ടുനീറ്റിൽ. ഈ വാതരോഗികളൊക്കെ അതിനോടൊപ്പം പറയുന്ന പ്രശ്നങ്ങളാണ്. നൈറ്റ് സ്വെറ്റ്സ്, രാത്രി വിയർപ്പ്, അത് ഇറ്റാലിക്സിലാണ്. പെർസ്പിറേഷൻ മോർണിംഗ്, ഡേ ടൈം ആൻഡ് ഡ്യൂറിങ് നൈറ്റ്, പ്രഭാതത്തിൽ, പകൽ സമയം, രാത്രിയിലൊക്കെ വിയർപ്പ്. ഡ്യൂറിങ് നൈറ്റ് ഇറ്റാലിക്സിലാണ്. പെർസ്പിറേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രം സ്ലൈറ്റ് എക്സർഷൻ, ആഹാരം കഴിക്കുമ്പോഴും അതിനുശേഷവും ചെറിയൊരു അധ്വാനം കൊണ്ടും ചെറിയ ചലനങ്ങൾ കൊണ്ടും ഒക്കെ വിയർപ്പ്. ഫ്രം മോഷൻ, പ്രൊഫ്യൂസ് അറ്റ് നൈറ്റ്, രാത്രിയിലാണ് ഈ വിയർപ്പ് വല്ലാതെ വർദ്ധിക്കുന്നത്, ഇറ്റാലിക്സിലാണ്. സ്വെറ്റ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിൽ വരെ വിയർക്കും. ഒഫൻസീവ് വൈൽ വാക്കിംഗ്, നടക്കാൻ നേരത്ത് ദുർഗന്ധം.
ഇഫ് പെർസ്പിറേഷൻ ഇസ് ചെക്ക്ഡ് ഇൻ കൂൾ എയർ മെനി കംപ്ലൈൻറ്റ്സ് കം ഓൺ. ഇനി തണുത്ത വായു അടിച്ചിട്ട് വിയർപ്പ് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പല പ്രശ്നങ്ങളും വരും. ബേണിംഗ് ആഫ്റ്റർ സ്ക്രാച്ചിങ് ഓൾ സ്കാർ ബിക്കം പെയിൻഫുൾ. ചൊറിയാൻ നേരത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പൊള്ളൽ, അതിനോട് പിന്നാലെ പൊള്ളൽ വരുന്നു. ഓൾഡ് സ്കാർ ബിക്കം പെയിൻഫുൾ. പഴയ സ്കാർസ്, മുറിവുകളുണ്ടായി ഉണങ്ങിപ്പോയ കാര്യങ്ങൾ, പഴയ മുറിവുകൾ പറ്റ പിടിച്ച് കിടന്നതൊക്കെ വേദനാജനകമാകും ഈ ചൊറിച്ചിൽ കൊണ്ട്. ദ സ്കിൻ ഈസ് കോൾഡ് മച്ച് ഓഫ് ദ ടൈം. മിക്ക സമയം തൊലി തണുത്തായിരിക്കുന്നത്. ദ സ്കിൻ ക്രാക്സ്, ഡിസ്ലൊക്കേഷൻ ഓഫ് ദ സ്കിൻ, ബ്ലോച്ചസ്, ലിവർ സ്പോട്ട്സ്, റെഡ് സ്പോട്ട്സ്, യെല്ലോ സ്കിൻ, ഡ്രൈ ബേണിംഗ് സ്കിൻ വിത്ത് ഇനബിലിറ്റി ടു പെർസ്പയർ. ഇനബിലിറ്റി ടു പെർസ്പയർ എന്ന് വീണ്ടും വരുന്നുണ്ട്. വിയർക്കാൻ കഴിവില്ലാത്ത അവസ്ഥ. ഞാൻ നേരത്തെ ഒരു വർഷം പറഞ്ഞിട്ടുണ്ട് വിയർക്കാൻ കഴിവില്ലാതിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച്. 12 മണിയായി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്നും സ്ഥിരം അനുവാദമാണ്. 12 മണിയായാലും അല്ലെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതൊരു കുളമുണ്ടായിരുന്നു, കുളത്തിൽ പോയി കഴുത്തറ്റം മുങ്ങിക്കിടക്കും. ഇടക്ക് തലയിലും വെള്ളമൊഴിക്കും. കാരണം ഇയാൾക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല, വിയർക്കാൻ കഴിയുമില്ല. നമ്മുടെ പല ഔഷധങ്ങളും അങ്ങനെയുണ്ട്. ഇപ്പോൾ തൊലി മൊത്തത്തിൽ തണുത്തിരിക്കുകയാണ്. തൊലിയിൽ വിണ്ടുകീറലുണ്ട്, പലതരത്തിലുള്ള നിറവ്യത്യാസങ്ങൾ, കരളിൻ്റെ നിറത്തിലുള്ള സ്പോട്സ്, മഞ്ഞ നിറം, വരണ്ട തൊലി ഒക്കെ ഉണ്ട്, പൊള്ളൽ, ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ, ബേണിംഗ് ഇറപ്ഷൻസ്, ചാഫിങ് സ്കിൻ. അപ്പോൾ തൊലിയിലും ഇതേപോലെ പൊള്ളൽ, കുമിളകൾ വരുന്നു, തൊലി പൊഴിഞ്ഞു പോകുന്നു. ഡിസ്കമേറ്റിംഗ് ഇറപ്ഷൻസ്, പുറമേയുള്ള തൊലി പൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള പരുക്കൾ വരുന്നു. ഇറപ്ഷൻസ് മോയിസ്റ്റ് ആൻഡ് ഇറപ്ഷൻസ് ഡ്രൈ. വെള്ളം ഒലിക്കുന്ന തരത്തിലുള്ള ഇറപ്ഷൻസ് ഉണ്ട്, വരണ്ട ഇറപ്ഷൻസ് ഉണ്ട്. ഇറ്റ് ഹസ് ക്യൂർഡ് മോസ്റ്റ് സ്റ്റബേൺ കേസ് ഓഫ് എക്സീമ വേർ സൾഫർ ആൻഡ് ഗ്രാഫൈറ്റ് ഈസ് സീംഡ് ഇൻഡിക്കേറ്റഡ് ആൻഡ് ഫെയിൽ. അപ്പോൾ ഈ വരട്ടുചൊറി എന്നൊക്കെ പറയുന്ന അവസ്ഥ, വട്ടച്ചൊറി വരട്ടുചൊറി എന്നൊക്കെ പറയുന്നൊരവസ്ഥ, അവിടെ സൾഫറോ ഗ്രാഫൈറ്റീസോ ഒക്കെ ഇൻഡിക്കേറ്റർ ആണെന്ന് തോന്നിയിട്ട് കൊടുത്തു. പക്ഷേ അത് ഫലിച്ചില്ല. ഫലിച്ചത് കാലിസിലിക്കേറ്റമാണ്. അപ്പോൾ കേസ് സ്റ്റഡി ചെയ്തതിൽ അബദ്ധം പറ്റിയെന്നർത്ഥം. കാലിസിലിക്കേറ്റമായിരിക്കുന്ന ഒരു കേസിനെ സൾഫറായിട്ട് തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ ശരിയായ രീതിയിൽ സിംറ്റംസിന് വിലയിരുത്തിയില്ല. ഒരിക്കലും സൾഫറും കാലിസിലിക്കേറ്റവും തമ്മിൽ ഒരു യോജിപ്പ് വരുന്നില്ല. പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായി. തെറ്റിദ്ധാരണകൾ ആർക്കും സംഭവിക്കാം. പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസ് വീണ്ടും വളരെ ശ്രദ്ധാപൂർവം വീണ്ടും പഠിക്കുക എന്നുള്ള മാത്രം പരിഹാരമുള്ളൂ. ഹെർപ്പസ് ദാറ്റ് ബേൺ ആൻഡ് ആർ കൊറോസീവ്, സ്കാബി ആൻഡ് ഇച്ച് ആൻഡ് സ്റ്റിങ്, ഇറപ്ഷൻസ് ദാറ്റ് ആർ പെയിൻഫുൾ, ഇച്ചിങ് ആൻഡ് സ്പ്രെഡിങ്, ഇച്ചിങ് പിമ്പിൾസ് ആൻഡ് പസ്റ്റ്യൂൾസ്, സ്കാബി ഇറപ്ഷൻസ് ആഫ്റ്റർ സ്കാച്ചിങ്, സ്കേലി ഇറപ്ഷൻസ് ഡ്രൈ ഓർ മോയിസ്റ്റ്, സ്മാർട്ടിങ് ആഫ്റ്റർ സ്കാച്ചിങ്, സ്റ്റിങ്ങിങ് ആഫ്റ്റർ സ്കാച്ചിങ്, നോഡൽ അർട്ടിക്കേരിയ. തൊലിയോട് ബന്ധപ്പെട്ടും ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തരം പ്രശ്നങ്ങളും തൊലിയിൽ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഇല്ല എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ തൊലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഈ നോഡൽ അർട്ടിക്കേരിയ, തൊലിയിലെ മുഴകൾ, കല്ലിപ്പുകളും അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. വെസൈക്കുലർ ഇറപ്ഷൻസ്, എക്സ്കോറിയേഷൻ ആഫ്റ്റർ സ്ക്രാച്ചിങ്. അപ്പോൾ പല കുരുക്കൾ വരുന്നു, ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ തൊലി ദ്രവിച്ചു പോകുന്നൊരവസ്ഥ. എറസിപ്പിലാസ്, ഇൻ്ററേഷൻസ് ഓഫ് ദ സ്കിൻ, തൊലിയിൽ തിണർപ്പുകൾ, കല്ലിക്കൽ, തടിച്ചു വരൽ. ഇൻ്റർട്രിഗോ, തൊലിയുടെ മടക്കുകളിൽ ഇൻഫ്ലമേഷൻ വരുന്നു. കക്ഷം, കൈകൾ, അവിടെ മടക്കുകളിൽ ഇൻഫ്ലമേഷൻ വരുന്നു. ഇച്ചിങ്, ബേണിങ്, ക്രോളിങ്, സ്മാർട്ടിങ് ആൻഡ് സ്റ്റിങ്ങിങ് ആഫ്റ്റർ സ്ക്രാച്ചിങ്. ചൊറിഞ്ഞു കഴിയുമ്പോഴേക്കും വല്ലാതെ പൊള്ളൽ, ഇങ്ങനെ പുഴുവൊക്കെ നുരിച്ച് കിടക്കുന്ന പോലെ. ഈ ചൊറിച്ചിലൊക്കെ കണ്ടിട്ടാണ് പലപ്പോഴും തെറ്റിദ്ധരിച്ച് സൾഫറും ഗ്രാഫൈറ്റീസ് കൊടുക്കുന്നത്. ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ സ്കിൻ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ സൾഫറും കൊടുത്തേക്കാം എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാകും. അതുകൊണ്ടുള്ള അപകടങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹൈ പൊട്ടൻസി സൾഫർ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് വലിയ കുഴപ്പങ്ങളുണ്ടായ കേസുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കേസ് പഠിക്കാത്തതുകൊണ്ടാണ്. സിംറ്റംസ് ശരിയായ രീതി മനസ്സിലാക്കി അതിൻ്റെ ജനറാലിറ്റീസ് മനസ്സിലാക്കുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള മൊഡാലിറ്റീസ് തിരിച്ചറിയുകയും ചെയ്യാതെ സ്കിൻ പ്രശ്നങ്ങൾ കാണുമ്പോൾ സൾഫറാണെന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ഗ്രാഫൈറ്റീസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് കൊടുക്കുന്നുള്ള കുഴപ്പമാണത്. മോയ്സ്ചർ ഓഫ് ദ സ്കിൻ ആഫ്റ്റർ സ്ക്രാച്ചിങ്, ഹി സ്ക്രാച്ചസ് ദ സ്കിൻ അണ്ടിൽ ഇറ്റ് മോയ്സ്റ്റ് ആൻഡ് ബ്ലീഡ്സ്. നനവ് വന്ന് ചോര വരുന്നവരെ ചൊറിയും, അത്രയ്ക്ക് ചൊറിയും. ഇത്തരം ചൊറിച്ചിലൊക്കെ ആഴ്സനിക്കിലുണ്ട്.
പക്ഷേ ആഴ്സനിക്കും ഗ്രാഫൈറ്റീസും സൾഫറും കാലിസിലിക്കേറ്റും എല്ലാം വ്യത്യസ്തമാണ്. അതിൻ്റെ ജനറാലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ജനറാലിറ്റീസ് നോക്കാതെ ഈ തൊലിപ്പുറമേയുള്ള ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ നടത്തിയതുകൊണ്ടാണ് ഗ്രാഫൈറ്റീസോ സൾഫറോ കൊടുത്തിട്ട് അത് ഫെയിലായത്. ആഫ്റ്റർ സ്ക്രാച്ചിങ് ദ സ്കിൻ ഈസ് സ്വോളൻ ആൻഡ് ബേൺസ്. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തൊലി തടിച്ചു വരും, പൊള്ളും. ലുക്സ് എഡിമാറ്റസ്, സെൻസേഷൻ ഓഫ് ടെൻഷൻ ഇൻ സ്കിൻ. അപ്പോൾ തൊലിയിലിങ്ങനെ വെള്ളം കെട്ടിയ പോലെ വരുന്നു, തൊലി വലിഞ്ഞ പോലെ വരും. അൾസറേറ്റീവ് പെയിൻ ഇൻ ദ സ്കിൻ, വ്രണങ്ങളിൽ നിന്ന് വരുന്ന പോലുള്ള വേദന തൊലിയിൽ. ദ അൾസേഴ്സ് ദാറ്റ് ഫോം അപ്പോൺ ദ സ്കിൻ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ബ്ലീഡിങ്. അപ്പോൾ തൊലിയിലുണ്ടാകുന്ന വ്രണങ്ങളുടെ സ്വഭാവം, ചോര വലിക്കുന്ന വ്രണങ്ങൾ, അതിൻ്റെ ക്യാരക്ടർ അതാണ്. ബ്ലീഡിങ് ഇറ്റാലിക്സ് ആണ്. ബേണിങ്, പൊള്ളുന്ന വ്രണങ്ങൾ. സ്പ്രെഡിങ്, പടരുന്ന വ്രണങ്ങൾ. പൾസേറ്റിംഗ്, വിങ്ങുന്നത്. സ്മാർട്ടിങ്, പൊള്ളുന്നത്. ആൻഡ് സൂപ്പറേറ്റിംഗ്. അൾസേഴ്സ് ആർ വെരി ഇൻഡോളൻറ്റ്. വീർക്കുന്നത്, പഴുക്കുന്നത്, രക്തം വലിക്കുന്ന എല്ലാ തരത്തിലുള്ള അൾസേഴ്സും തൊലിയിലുണ്ട്. തൊലിക്കൊരു മന്ദതയുണ്ട്. ദ ഡിസ്ചാർജസ് ഫ്രം അൾസേഴ്സ് ഇസ് ബ്ലഡി, കോപ്പിയസ്, ഇക്കോറസ് ആൻഡ് തിൻ. അപ്പോൾ ഈ തൊലിയിൽ നിന്നുള്ള വ്രണങ്ങളിൽ നിന്നുള്ള ഡിസ്ചാർജും എല്ലാ തരത്തിലുമുണ്ട്. ബ്ലഡി എന്നുള്ളത് ആവർത്തിച്ച് വരുന്നുണ്ട്. ടീറിങ് പെയിൻ ഇൻ ദ അൾസേഴ്സ്, വ്രണങ്ങളിൽ വലിച്ചു കീറുന്നുള്ള വേദന. ഇഞ്ചുറീസ് ആൻഡ് സ്മോൾ വൂൺസ് ഓഫ് ദ സ്കിൻ റെഫ്യൂസ് ടു ഹീൽ ആൻഡ് സൂപ്പറേറ്റ്. തൊലിയിൽ വരുന്ന വ്രണങ്ങളും മുറിവുകൾ, പരുക്കുകളൊക്കെ അത് സുഖപ്പെടാതെ വന്നിട്ട് അവിടെ പഴുത്തു വരുന്നൊരവസ്ഥ. കാലി സിലിക്കേറ്റം, ഓർത്തോളണം. പരുക്കുകളൊക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഹീൽ ചെയ്യാത്ത മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കാലി സിലിക്കേറ്റത്തെ ഓർക്കണം. വാഷ് ദാറ്റ് ആർ പെയിൻഫുൾ, സ്റ്റിങ്ങിങ്, സൂപ്പറേറ്റിംഗ് ആൻഡ് വിതേർഡ്. അരിമ്പാറകൾ, വേദനയുള്ള അരിമ്പാറ, കുത്തൽ പോലുള്ള അരിമ്പാറ, പഴുക്കുന്ന അരിമ്പാറ, ഇങ്ങനെ പടർന്നു വരുന്ന ചിതറിയ പോലെ വരുന്ന അരിമ്പാറകൾ, നിരവധി അരിമ്പാറകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കാലിസിലിക്കേറ്റ് നമ്മൾ കണ്ടു ലക്ഷണങ്ങളുടെ ധാരാളിത്തം. എന്ത് ലക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ മതി. പർട്ടിക്കുലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാലും വാദം, പിത്തം, കഫം, ചൊറി, ചിരങ്ങ് എന്നിവേണ്ട സകലതും വരുന്നുണ്ട്. അപ്പോൾ കാലിസിലിക്കേറ്റത്തിൻ്റെ ജനറൽ നേച്ചർ, പൊതുസ്ഥിതി, അതിൻ്റെ സ്ഥായിയായ സ്വഭാവം, അതിൻ്റെ വകഭേദങ്ങൾ, അതിൻ്റെ മൊഡാലിറ്റീസ് അത് കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും സൾഫറും ഗ്രാഫൈറ്റീസും ഒക്കെ സുഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന രോഗാവസ്ഥകളെ പോലും ഈ ഔഷധം സുഖപ്പെടുത്തും. നല്ലവണ്ണം ഇതിനെക്കുറിച്ച് പഠിക്കുക, മറ്റ് മെറ്റീരിയൽ മെഡിക്കുകളൊക്കെ വായിച്ച് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി കൃത്യമായ ധാരണ ഉണ്ടാക്കുക. നിങ്ങളുടെ പ്രാക്ടീസിൽ നിരവധി രോഗാവസ്ഥകളെ സുഖപ്പെടുത്താൻ ഈ ഔഷധത്തെ കൊണ്ട് സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാലി സൾഫ്യൂറിക്കം എന്ന അധ്യായം ആരംഭിക്കാം. അതും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട പൊട്ടാസ്യത്തിൻ്റെയും സൾഫറിൻ്റെയും സംഗമം വരുന്നൊരു ഔഷധമാണത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.